നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ കറണ്ട് മാത്രം പോയതും വന്നതും എങ്ങനെയാണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട് കേട്ടോ. ചേച്ചി ഇത്രയും അപകടകാരിയായി മാറിയത് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും കുഞ്ഞാറ്റയ്ക്ക് രണ്ടെണ്ണം കിട്ടേണ്ട കുറവുണ്ടായിരുന്നു. അവർക്ക് മര്യാദയ്ക്ക് നിവർന്ന് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ പൂജയും മന്ത്രവാദത്തിന്റെ കാര്യവും പറഞ്ഞ് അവരെന്നെ മാത്രമല്ലല്ലോ പറ്റിച്ചത്, പാവം അമ്മയും കൂടി പറ്റിച്ചില്ലേ. അന്നം തരുന്ന വീട്ടുകാരെ തന്നെ ദ്രോഹിക്കുന്ന കുഞ്ഞാറ്റ പോലുള്ളവരെ തല്ലല്ലാതെ പിന്നെ എന്ത് ചെയ്യാന്? ഈ തല്ല് കിട്ടിയാലും കുഞ്ഞാറ്റ നന്നാവുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. നായയുടെ വാലിന്റെ കാര്യം പറഞ്ഞതുപോലെ അവരുടെ സ്വഭാവം ഒരിക്കലും നേരെയാവില്ല. അതെനിക്കറിയാം. ഞാനവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയൊന്നും അല്ല അടിച്ചത്, എന്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി മാത്രം. തൽക്കാലം എനിക്കത് മതി. ചേച്ചിയായിട്ട് കുഞ്ഞാറ്റെ കൈകാര്യം ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ അത് ഞാൻ ചെയ്യാനിരിക്കായിരുന്നു. ആഹാ, ചേച്ചി അനിയത്തിയും കൊള്ളാലോ. അല്ല, ഈ പൂജയും ഏലസും ഒക്കെ തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായില്ലേ? പിന്നെ ഇനി ഈ നാടകം തുടരണോ? വേണം. അമ്മയ്ക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമുണ്ട്. അമ്മയുടെ സമാധാനത്തിന് വേണ്ടി വ്രതം തുടരുന്നതായിട്ട് കാണിക്കണം. ശരിയാ, വെറുതെ അമ്മയെ വിഷമിപ്പിക്കണ്ട. അങ്ങനെ അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ എന്തിനാ നാടകം കളിക്കുന്നെ? ആ പ്രശ്നം പരിഹരിക്കാൻ വേറെ വഴിയുണ്ടല്ലോ. എന്തു വഴി? അതിനെ നാട്ടിൻപുറത്ത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാന്ന് പറയും. ഏത് നേരത്താണാവോ ആ മന്ത്രവാദിനിയെ ഈ വീട്ടിൽ കയറ്റാൻ തോന്നിയത്? ഭാനുമേ, അങ്ങനൊന്നും പറയല്ലേ. സ്വപ്നെ പോലെ ഭാനുമയും കാളീശ്വരിയമ്മയുടെ ശക്തി ചോദ്യം ചെയ്യാൻ തുടങ്ങിയോ? എന്ത് ശക്തി? അതിന്റെ ഫലമൊന്നും കാണാനില്ലല്ലോ. ദിവസം ചെല്ലും തോറും അവരുടെ പ്രേമം കൂടിക്കൊണ്ടിരിക്കുക. ഇന്നലെ രാത്രിയില് കുഞ്ഞാറ്റയ്ക്ക് നല്ല കണക്കിന് കിട്ടിയില്ലേ? അപ്പൊ എവിടെ പോയി ഈ കാളീശ്വരി? 10 അപകടത്തിലാണെന്ന് അറിഞ്ഞില്ലേ? എന്നെ ഇടിച്ച കള്ളന്മാരെ കാളീശ്വരിയമ്മ വെറുതെ വിടില്ല. ഓ, ആദ്യം ഈ വീട്ടിലുള്ള പോലീസുകാരിയെ കൊണ്ടുള്ള പ്രശ്നം തീർക്കാൻ പറ. എന്നിട്ടാവാം നിന്നെ തല്ലിയ കള്ളന്റെ കാര്യത്തിൽ തീരുമാനം. ഈ പൂജയ്ക്ക് നല്ല ബലമുണ്ടാവുമെന്ന് കരുതിയിട്ടാ ഞാൻ മഞ്ജുവിനോട് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങിയത്. ഇപ്പോ അതൊരവസരമാക്കിയെടുത്ത് അവളിവിടെ ഭരണം തുടങ്ങിയെന്നല്ലാതെ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ മന്ത്രവാദത്തിലൊന്നും ഒരു കാര്യവും ഇല്ലാന്ന്. പൂജയുടെ ബലം കാണണമെങ്കിലേ കുറച്ച് സമയം എടുക്കും. കാളീശ്വരിയമ്മ 1 മാസത്തെ സമയമല്ലേ പറഞ്ഞുള്ളൂ. ആ സമയം ആവുന്നല്ലേ ഉള്ളൂ. നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പറഞ്ഞതേ കാളീശ്വരി അമ്മയെ കൊണ്ട് പറയിപ്പിക്ക്, ഞാൻ സമ്മതിക്കാം. അപ്പൊ അതിനെ കാളീശ്വരിയമ്മയെ വിളിച്ചിട്ട് കിട്ടണ്ടേ? ഇനി നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ആ സ്ത്രീ ഒരു ഫ്രോഡാ. എന്റെ ദേവി, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ. അമ്മ സാക്ഷാൽ കാളിയുടെ അവതാരാണ്. നമ്മൾ ദൈവത്തിനെ വിളിക്കുമ്പോഴേ അപ്പൊ തന്നെ നമ്മുടെ മുന്നിൽ വന്ന് ദൈവം എന്താ വേണ്ടെന്ന് അന്വേഷിച്ച് അതൊക്കെ ചെയ്തു തന്നിട്ട് പോവാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് കാളീശ്വരി അമ്മയും. അവരുടെ ആവശ്യം നമുക്ക് എപ്പോഴാ വേണ്ടെന്ന് മനസ്സിലാക്കി അമ്മ തന്നെ നമ്മുടെ മുന്നിൽ വരും. അമ്മേ, ഭാനുമേ, ഞാൻ പറഞ്ഞില്ലേ ഭക്തരുടെ പ്രശ്നം എന്താന്നറിഞ്ഞാൽ അമ്മ അവിടെ പറഞ്ഞെത്തും. എന്റെ അമ്മേ, നിനക്കവരെ പുച്ഛമായിരുന്നില്ലേ? നീ പറഞ്ഞതൊക്കെ കാളീശ്വരമ്മ മനസ്സിലാക്കി കാണരുതെന്ന് നീ പ്രാർത്ഥിച്ചോ? അവരെങ്ങാനും ശപിച്ച നീ ജന്മത്തെ ഗുണം പിടിക്കില്ല. ഭാനുമ വാ. അമ്മേ, ജയ് കാളി. ജയ് കാളി. കാളീശ്വരി അമ്മയെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളിപ്പോ വല്ലാത്തൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന അമ്മേ. അമ്മയെ വിളിച്ച് കിട്ടാത്തതിൽ ഒരുപാട് സങ്കടമായി. ഇപ്പോ എല്ലാ സങ്കടവും മാറിയില്ലേ? ഭക്തരുടെ ആവശ്യം മനസ്സിലാക്കി
അവിടെ കൃത്യസമയത്ത് എത്താനുള്ള സിദ്ധി കാളിയുടെ അനുഗ്രഹത്താൽ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മ വരൂ. ജയ് കാളി. കണ്ടോ ഭാനുമേ, മന്ത്രവാദത്തിൽ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു നടന്ന ഗിരി തന്നെ കാളീശ്വരിയമ്മയെ വണങ്ങി. അതാണ് അമ്മേ ശക്തി. ഞാനും അമ്മയുടെ വലിയ ഭക്തിയായി മാറി. എന്റെ ചേച്ചിക്ക് ഈ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അമ്മയുടെ പൂജയ്ക്ക് ശേഷമാ എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്നത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അമ്മേ, അകത്തോട്ട് വന്നോളൂ. ഗിരിമോനെ ഒന്ന് മാറിയേ. പോന്നോളൂ. എടി, നീ എന്തിനാ കാളീശ്വരിയോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്? ഇവര് വന്നതുകൊണ്ട് വീണ്ടും കുഴപ്പമുണ്ടാവോ ഗിരിയേട്ടാ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയത്. ഗിരി ഞാൻ പറയുന്ന ഒന്നും കേൾക്കാതായി. മഞ്ജു ഇവിടെ താമസിക്കുന്നത് പോരാഞ്ഞിട്ട് അവളുടെ അനിയത്തിയും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിട്ടുണ്ട്. മഞ്ജു ഇവിടെ മഹാറാണിയെപ്പോലെ സുഖമായിട്ട് കഴിയുക. ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് ഗിരിയും മഞ്ജുവും പ്രേമിച്ച് കളിക്കുക. കാളീശ്വരമ്മേ, ഇന്നലെ രാത്രി എന്നെ ആരോ തല്ലി. അത് ചെയ്ത കള്ളന്മാരെ വെറുതെ വിടല്ലേ? അത് കള്ളന്മാരൊന്നുമല്ല, പിന്നെ അത് നിന്റെ കർമ്മഫലമാണ്. നീ മുൻപ് ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലം നിന്നെ തേടി വന്നതാണ്. ഇതിൽ നിന്നും ആർക്കും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അനുഭവിച്ചേ പറ്റൂ. അതെ, ആ പ്രശ്നം പരിഹരിക്കാനല്ലല്ലോ കാളീശ്വരി പൂജ നടത്തിയത്. നമ്മൾ ഉദ്ദേശിച്ച ഫലമൊന്നും ആ പൂജ കൊണ്ട് ഈ വീട്ടിലുണ്ടായിട്ടില്ല. അപ്പോ എനിക്ക് പൂജ ചെയ്യാൻ അറിയില്ലെന്നാണോ കുട്ടി പറയുന്നത്? അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? അത് അമ്മ അവളോട് ക്ഷമിക്കണം. ആരോടൊക്കെ എങ്ങനെ സംസാരിക്കണമെന്ന് ഒരു ബോധവും ഇല്ലാത്ത ജന്മോ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഇങ്ങനെ വിശ്വാസമില്ലാത്തവർ പൂജ നടത്താൻ നിൽക്കരുത്. അയ്യോ, അവള് വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ അമ്മേ. മഞ്ജു ഈ വീട്ടിൽ അധികാരം സ്ഥാപിക്കാൻ തുടങ്ങി. ഭാനുമ്മയ്ക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷേ മോളെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിപ്പിച്ചോളൂ. ശരി അമ്മേ. അമ്മേ, കഴിഞ്ഞ തവണ അമ്മ വന്നപ്പോഴേ മഞ്ജുവിന്റെ ഏലസിന്റെ കാര്യത്തിൽ എന്തോ സംശയം ഉള്ളതായി പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ ഗിരിയും മഞ്ജുവും പരിങ്ങിയതുപോലെ എനിക്ക് തോന്നി. അവരെന്തോ ഒന്നും മറയ്ക്കുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നിയതുകൊണ്ടാ ഞാനും മഞ്ജുവിനെ ചോദ്യം ചെയ്തത്. പക്ഷേ അത് വെറും ഒരു തോന്നൽ മാത്രമായിരുന്നു. മഞ്ജു ആത്മാർത്ഥതയോടെ വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഒരു പ്രശ്നവുമില്ല. അത് തന്നെയാണ് പ്രശ്നം. ഗിരിയേട്ടനും മഞ്ജുവും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലേ നമ്മൾ ഈ പൂജ നടത്തിയത്. ആണോ? എനിക്കതറിയില്ലായിരുന്നു. മിണ്ടാതിരിക്കടി. അമ്മ എന്തിനാ എന്നോട് ചൂടാവുന്നേ? ഞാൻ ന്യായമായ ഒരു ചോദ്യമല്ലേ ചോദിച്ചത്. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്നതല്ല എന്റെ ജോലി. ഞാൻ ചെയ്ത പൂജ വിജയകരമാണ്. അതിന്റെ പ്രതിഫലനം ഈ വീട്ടിൽ കയറിയപ്പോ ഞാൻ കണ്ടു. ഇപ്പോഴമ്മ ഒരു സമാധാനമായത്. അമ്മ കഴിഞ്ഞ തവണ വളരെ ദേഷ്യത്തിലാണ് ഇവിടുന്ന് പോയതെന്ന് എനിക്ക് തോന്നി. ഗിരി അമ്മയോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, അവൻ എന്നോട് മാപ്പ് ചോദിച്ചു. പൂജ നടത്തിയതിനു ശേഷം അയാൾക്ക് കുറെ ഗുണങ്ങളുണ്ടായെന്ന് അയാൾ എന്നോട് തുറന്നു പറഞ്ഞു.
മഞ്ജുവുമായുള്ള ബന്ധം മെച്ചപ്പെട്ടെന്നാ അയാൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഗിരിയേട്ടന് ഗുണമുണ്ടായി, പക്ഷെ ഞങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായില്ല അല്ലേ? ശരി, നിനക്ക് ഗുണമല്ലേ വേണ്ടത്? ഇപ്പൊ തന്നെ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇപ്പൊ തന്നെ എല്ലാവരോടും സ്വീകരണ മുറിയിലേക്ക് വരാൻ പറ. എനിക്ക് എല്ലാവരോടും സംസാരിക്കണം.